ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ 1UI7 ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്തവർക്ക് നിങ്ങൾക്കറിയാം ഇനി കുറച്ച് ആഴ്ചകൾക്ക് ശേഷം തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റേബിൾ വേർഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ബീറ്റ അപ്ഡേറ്റ് നിന്ന് സ്റ്റേബിൾ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബീറ്റ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ബീറ്റ അപ്ഡേറ്റ് വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ബീറ്റ അപ്ഡേറ്റ്സ് വരുന്നത് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ ഐഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ നമുക്ക് സെറ്റിംഗ്സിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീറ്റ അപ്ഡേറ്റ് വരില്ല. പക്ഷേ സാംസങ് അതേപോലെ അല്ല. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. If any Samsung developer team is watching this video, please fix the green line issue in the Samsung S23 series as soon as possible, because it is seriously affecting a lot of people, especially the Samsung, that to the premium customers, that is S23 customers, badly, very badly actually. So please fix this as soon as possible, else you will lose your market share, especially in India, because it's happening mainly in India only. So please fix this issue as soon as possible. ഈ മെസ്സേജ് എനിക്ക് ആക്ച്വലി പറയാനെന്ന് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ കുറേ വീഡിയോ ഇതിനെക്കുറിച്ച് വിട്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിലാണല്ലോ പറയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ പ്രത്യേകിച്ച് മലയാളം ടെക് യൂട്യൂബറിനൊന്നും ആർക്കും വേണ്ട, ഈ കമ്പനീസിനൊന്നും വേണ്ട. സാംസങ് ഒന്നും ഇപ്പോൾ അവരെ പ്രൊഡക്ട്സ് ഒന്നും കൊടുക്കുന്നില്ല മലയാളത്തിലൊന്നും. ആകെ റിയൽമി മാത്രമാണ് മലയാളം യൂട്യൂബേഴ്സിന് കൊടുക്കുന്നത്. ബാക്കി എല്ലാ ബ്രാൻഡും ഈ മലയാളത്തിന് വേണ്ടാണ്ടിരിക്കുന്നത്. ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ വേണ്ട. മെയിനായിട്ട് ഹിന്ദിക്കാരൊക്കെ കൊടുക്കുന്നത്, ഇംഗ്ലീഷും കൊടുക്കുന്നുണ്ട്, തമിഴും കൊടുക്കുന്നുണ്ട്, കുറച്ചൊക്കെ തെലുങ്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ മലയാളത്തിൽ ഒരാൾക്കും കൊടുക്കുന്നില്ല. കുറച്ച് മുമ്പൊക്കെ സാംസങ് കൊടുക്കുന്നുണ്ട്, ഇപ്പം നമുക്ക് നിർത്തിയിട്ടാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. ഞാൻ കുറേ മൾട്ടിപ്പിൾ വീഡിയോസ് ആയിട്ട് ഇടുന്നത്, ഞാൻ അത് ജസ്റ്റ് പറയണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു S23 സീരീസ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ S24 സീരീസ് ഉപയോഗിക്കുന്ന ഒരാളാണ് ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ അപ്ഡേറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ വന്നോളും. നമ്മൾ സെപ്പറേറ്റ് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ ഐഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബീറ്റ പ്രോഗ്രാം നമ്മുടെ അപ്ഡേറ്റ് സെക്ഷനിൽ തന്നെ ടേൺ ഓഫ് ചെയ്യാനും ടേൺ ഓൺ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതിനൊന്നും വേണ്ട. നമുക്കത് ഓൾറെഡി സ്റ്റേബിൾ വന്നാൽ നമുക്ക് നോർമൽ വരുന്ന പോലെ തന്നെ വരും. പക്ഷെ നിങ്ങൾക്ക് ഈ ബീറ്റ പ്രോഗ്രാമിൽ നിന്ന് തന്നെ കിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സാംസങ്ങിൻ്റെ മെമ്പേഴ്സ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സാംസങ്ങിൻ്റെ മെമ്പേഴ്സ് ആപ്പ് അവിടെ സാംസങ്ങിൻ്റെ മെമ്പേഴ്സ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ വരുന്ന തന്നെ മുകളിൽ സെറ്റിംഗ്സും കാണാം. ആ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം 1UI ബീറ്റ പ്രോഗ്രാം സ്റ്റാറ്റസ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വിഡ്രോ ഓപ്ഷൻ കാണാം. ആ വിഡ്രോ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റേബിൾ അപ്ഡേറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം ത്രൂ നമ്മുടെ സ്മാർട്ട് സ്വിച്ച് ആപ്പ് ഉണ്ടല്ലോ, നമുക്ക് വിൻഡോസിലൊക്കെ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം സ്റ്റേബിൾ അപ്ഡേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ബീറ്റ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 1UI7 സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നാൽ തന്നെ പിന്നെ അടുത്ത വേർഷൻ വരുന്നതിനായിട്ട് മുമ്പ് കുറേ ബീറ്റ അപ്ഡേറ്റ്സുകൾ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞിട്ട്, അപ്പോൾ അത് ആരെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്സ് ചെയ്യാൻ മറക്കണ്ട. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നോർമലി സ്റ്റേബിൾ അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.